ഡൽഹിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിലാണ് സുപ്രീം കോടതി ഇന്ന് ഇടപെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണങ്ങളിലാണ് സുപ്രീം കോടതി ഇന്ന് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ JB പർഡിവാലയും മഹാദേവനും അടങ്ങുന്ന ബെഞ്ചാണ് ഈ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഉത്തരവിട്ടത്. ഇന്ന് ഡൽഹിയിൽ പുറത്തിറങ്ങിയ ഒരു മാധ്യമ വാർത്തയിൽ ഈ ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന ഈ തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരുവുനായ കടിയേൽക്കുന്ന പലരും വിഷബാധിതരാകുന്നുവെന്നും അതിൽ പ്രധാനമായും അല്ലെങ്കിൽ ഏറെക്കുറെ ഉള്ള ഇങ്ങനെ അസുഖബാധിതരാകുന്നവർ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരുമൊക്കെ ആണെന്നാണ്. ഈ വാർത്ത തികച്ചും ഈ അസ്വസ്ഥപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഈ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് മുമ്പാകെ വയ്ക്കുവാൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് JB പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി രജിസ്ട്രിക്കാണ് ആ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഭാവിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ വേണ്ടി സാധ്യതയുള്ള വ്യക്തികളിൽ ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് JB പർഡിവാല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇന്ന് വളരെ സുപ്രധാനമായ ഈ ഇടപെടൽ, അദ്ദേഹം നേതൃത്വം നൽകുന്ന ബെഞ്ചിൽ നിന്നാണ് വളരെ സുപ്രധാനമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഡൽഹിയിലൊക്കെ നമ്മൾ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ പ്രതിദിനം നിരവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും കോടതി തന്നെ ഇന്ന് പറഞ്ഞ ഒരു പരാമർശം, ദിവസവും നൂറുകണക്കിന് പേരെ ഈ തെരുവുനായകൾ ആക്രമിക്കുന്നു, കടിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.